എന്താണ് സർക്കംസിഷൻ എന്ന് പറഞ്ഞാൽ? സർക്കംസിഷൻ എന്ന് പറയുന്നത് പുരുഷൻ്റെ പീനിസ്, ലിംഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ആ തൊലി, എക്സസ് തൊലി കട്ട് ചെയ്യുന്നതിനാണ് സർക്കംസിഷൻ. ഫോർസ്കിൻ, എക്സാക്ട്ലി, ഫോർസ്കിൻ അത് കട്ട് ചെയ്യുന്നതിനാണ് സർക്കംസിഷൻ അഥവാ ചേലാകർമ്മം എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് റിച്വൽ സർക്കംസിഷൻ, ഓരോരുത്തരുടെ വിശ്വാസപ്രകാരം ചേലാകർമ്മം ചെയ്യുന്നതാണ്. അത് കൂടുതലും മുസ്ലിം സമുദായത്തിലും ജൂത സമുദായത്തിലാണ് അത് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് ചെയ്യേണ്ടി വരാറുണ്ട്. ആർക്കൊക്കെയാണ്? ഒന്ന് ഫൈമോസിസ് എന്ന് പറയാം, അതായത് ടൈറ്റ് ഫോർസ്കിൻ. ടൈറ്റ് ഫോർസ്കിൻ നമ്മൾ സാധാരണ പുരുഷന്മാർക്ക് മൂത്രമൊഴിക്കുമ്പോഴേക്കും മൂത്രമൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ തൊലി പുറകോട്ടാക്കിയിട്ട് മൂത്രമൊഴിച്ച ഭാഗം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യണം. ചിലവർക്ക് ഈ സ്കിന്ന് ടൈറ്റായിട്ട് വരുമ്പോഴേക്കും എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ കുറേ മൂത്രം കെട്ടിക്കിടക്കും. അതോടുകൂടി തന്നെ നാച്ചുറലായിട്ട് ഒരു പുരുഷൻ്റെ ലിംഗത്തിൽ വരുന്ന ഡിസ്ചാർജ്, സ്മെഗ്മ എന്ന് പറയുന്നുണ്ടാവും. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അത് കുറേ നാൾ അവിടെ ഇരുന്ന് അത് ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴാണ് അതിന് ബലനോ പോസ്താറ്റിസ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലിംഗത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തുള്ള സോഫ്റ്റ് ഭാഗത്തിലും ആ തൊലിക്കും ഇൻഫെക്ഷൻ വരുമ്പോഴാണ് അതൊരു ഡേഞ്ചർ സിറ്റുവേഷനായി മാറുന്നത്. പിന്നെ ചിലവരിൽ ഈ സ്കിന്ന് പുറകോട്ട് വലിച്ചിട്ട് പിന്നെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. രണ്ടും ഉണ്ട്. ഒന്ന് പുറകോട്ട് വരാൻ പറ്റില്ല, അതിന് ഫൈമോസിസ് എന്ന് പറയുന്നു. ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റില്ല, അതിന് പാരാഫൈമോസിസ് എന്ന് പറയുന്നു. ഈ രണ്ട് സിറ്റുവേഷൻസിലും ചേലാകർമ്മം വളരെയധികം എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മെഡിക്കൽ സൊല്യൂഷനാണ്. എസ്പെഷ്യലി നമ്മൾ കണ്ടുവരുന്നത് ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേക്കും തൊലി ടൈറ്റ് ആവുന്നു, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ ആവുന്നു, ഷുഗർ, ചിലപ്പോൾ ചിലവരിൽ നേരത്തെ തന്നെ പ്രമേഹ രോഗം വരാം. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഓരോ തവണ അത് പുറകോട്ട് വരാൻ ശ്രമിക്കുമ്പോഴേക്കും ഈ തൊലീൻ്റെ അകത്ത് മുറിവുകൾ വരാണ്. നമുക്കറിയാം എല്ലാ മുറിവും ഉണങ്ങുന്നത് എങ്ങനെയാണ്? ചുരുങ്ങിയിട്ടാണ്. അപ്പോൾ ഈ മുറിവ് ഉണങ്ങുമ്പോഴും അതിങ്ങനെ ചുരുങ്ങി വരും. ചുരുങ്ങി വരുമ്പോഴേക്കും വീണ്ടും ആ സ്കിന്ന് ടൈറ്റ് ആവുന്നു. ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ എങ്ങനെയൊക്കെ ഫോഴ്സ് ചെയ്ത് പുറകോട്ട് കൊണ്ടുവരും, പിന്നെ ഫ്രണ്ടിലോട്ട് വരില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ ചേലാകർമ്മം സർക്കംസിഷൻ ചെയ്തിട്ട് വളരെയധികം അനിവാര്യമാണ്. ഇതിൻ്റെ വേറൊരു വശമുണ്ട്, നമ്മുടെ വ്യൂവേഴ്സിനെ അറിയുമെന്നറിയില്ല. നിയോനേറ്റൽ സർക്കംസിഷൻ, അത് ജന്മനാ തന്നെ കുഞ്ഞ് ജനിച്ച അപ്പം തന്നെ ചെയ്യുന്ന സർക്കംസിഷൻ ഈസ് 100% പ്രൊട്ടക്റ്റീവ് എഗെയിൻസ്റ്റ് പീനിസ് ക്യാൻസർ. യെസ്, അതെ, പഠനങ്ങൾ അങ്ങനെയാണ് തെളിയിച്ചിരിക്കുന്നത്. അതായത് പീനിസിൽ ക്യാൻസർ വരാം ചിലവർക്ക്. ആ പീനിസ് ക്യാൻസറിന് നിയോനേറ്റൽ സർക്കംസിഷൻ, ജന്മനെ തന്നെ കുഞ്ഞിൻ്റെ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പീനിസ് ക്യാൻസറിനെ വരെ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കുറേ നാളത്തെ പഠനങ്ങൾ അതാണ് തെളിയിച്ചിരിക്കുന്നത്. അതായത് ഒരു ആൺകുഞ്ഞാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് അത് ചെയ്യാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പല എത്തിക്കൽ ആൻഡ് മോറൽ വശങ്ങളുണ്ട്. ഒന്ന് പറയുമ്പോഴേക്കും ആ ഒരു കുഞ്ഞിന് പ്രായപൂർത്തിയാവാത്ത, സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ എടുക്കുന്നൊരു തീരുമാനം, അതൊരു കുഞ്ഞിൻ്റെ ഒരു ഇൻഡിവിജ്വൽ തിങ്കിങ്ങിനും അവരുടെ ആ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ പലപ്പോഴും പല വശങ്ങളും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രായപൂർത്തിയാകുമ്പോഴേക്കും അവനെടുക്കേണ്ട ഒരു തീരുമാനമായിരിക്കണം സർക്കംസിഷൻ. അതാണ് അതിൻ്റെ ഒരു എത്തിക്കൽ സൈഡും എൻ്റെ മോറൽ സൈഡുള്ളത്. ചേലാകർമ്മം അഥവാ സർക്കംസിഷൻ്റെ വേറൊരു വശം കൂടിയുണ്ട്, അതായത് അതിൻ്റെ മെഡിക്കൽ ബെനിഫിറ്റ്സ്. അത് ആരൊക്കെയാണ് അത് ഹെൽപ്ഫുൾ ആക്കുക? ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലത്തെ തൊലി ടൈറ്റ് ആയവർക്ക്, ഫൈമോസിസ് അഥവാ പാരാഫൈമോസ്, തൊലി പുറകോട്ട് വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരാത്തവർക്ക്, അത്തരം ആൾക്കാരിൽ ഇതൊരു മെഡിക്കൽ സൊല്യൂഷനാണ്. അല്ലാത്ത ഒരു സബ്സെറ്റ് ഓഫ് ആൾക്കാർ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, STDs, ലൈംഗികപരമായിട്ടുള്ള പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കൂട്ടം ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ മെയിനായിട്ട് ചേലാകർമ്മം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഒന്ന് HIV അണുബാധ വരാതിരിക്കാൻ വേണ്ടി ഒരു പരിധിവരെ സഹായിക്കും. പിന്നെ HPV, അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ജെനൈറ്റൽ വാർഡ്സ്, രഹസ്യഭാഗങ്ങളിലുള്ള കുരുക്കൾ. മൂന്നാമത് HSV എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന ആ ഒരു വൈറസിൻ്റെ ആ ഒരേ ഫാമിലി തന്നെ വരുന്ന വേറൊരു വൈറസാണ്. അപ്പോൾ ഇത്തരം സെക്ഷലായിട്ടുള്ള പകർച്ചവ്യാധികൾ ഒരു പരിധിവരെ തടയാൻ വേണ്ടി സർക്കംസിഷൻ സഹായിക്കുന്നു. കാരണം ഇതിന് അണുക്കൾക്ക് അവിടെ നിൽക്കാനായിട്ടുള്ളൊരു അന്തരീക്ഷം ഇല്ല ഈ തൊലി എടുത്ത് മാറ്റുമ്പോഴേക്കും. അപ്പോഴത്തേക്കും അതിൻ്റെ പകർച്ചവ്യാധി കുറയാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു മെഡിക്കൽ ബെനിഫിറ്റ്. അപ്പം ആസ് എ യൂറോളജിസ്റ്റ് ഡോക്ടർ അത് റെക്കമെൻഡ് ചെയ്യോ? ഇറ്റ് ഈസ് ഗുഡ് ടു ഡു ഇറ്റ്. അത് ഞാൻ ഈ പറഞ്ഞാൽ അതിൻ്റെ ഒരു എത്തിക്കൽ വശമുണ്ട്. ഒരാൾക്ക് അത് വേണം എന്ന് ആഗ്രഹമുള്ള ഒരാൾക്കാരുണ്ടാവും. അല്ല, ഞാൻ ചോദിച്ചത് എത്തിക്കലല്ല, മെഡിക്കലി നോട്ട് ഫോർ എവറി വൺ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പഠനങ്ങൾ ഇനീഷ്യലി പണ്ട് കാലത്ത് ചെയ്ത പഠനങ്ങൾ ഈ പ്രപ്യൂസ്, ഈ ഫ്രണ്ടിലുള്ള ഒരു ഫോർസ്കിൻ ഉള്ളത് സെക്ഷൽ ആ ഒരു അറോസൽ അല്ലെങ്കിൽ സെക്ഷൽ സെൻസേഷൻസ് കൂട്ടാനായിട്ടുള്ള ഒരു ഓർഗനം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് വന്ന സ്റ്റഡീസ് പിന്നെ അത്ര ഒരു കൺക്ലൂസീവായിട്ട് അതൊരു സ്ഥിരീകരിച്ച രീതിയിലുള്ള റിപ്പോർട്ട്സ് ഇല്ല. പക്ഷേ അപ്പോൾ അങ്ങനെ പലതും നമ്മുടെ സമൂഹത്തിൽ ഇതൊരു സ്ട്രോങ് ആയിട്ടൊരു ബിലീഫാണ്. അതായത് അത് അവിടെ വേണ്ട ഒരു തൊലിയാണ്, അത് നമുക്കൊരു സെക്ഷൽ ആക്ടിന് വേണ്ടി വളരെയധികം സഹായിക്കുന്ന ഒരു തൊലിയാണെന്നുള്ളൊരു കൺസെപ്റ്റ് സമൂഹത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഒരു ഇൻഡിവിജ്വൽ ഇൻഫോംഡ് ഡിസിഷൻ, ഇൻഫോംഡ് ചോയ്സാണ്. ഇതിൻ്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ടെടുക്കുന്ന ഡിസിഷൻ
കണ്ടീഷനാണ്. പിന്നെ ചിലരിൽ അവർക്കൊരു കോസ്മെറ്റിക് അപ്പിയറൻസിനും ചിലവർ സർക്കംസിഷൻ അവർ റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം ഈ തൊലി ഫ്രണ്ടിലോട്ട് ഇരിക്കുമ്പോഴേക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പേഷ്യൻ്റ് എടുത്ത് തോന്നുന്നു കുറേ തൊലി എക്സസ് ഇരിക്കുന്ന പോലെ തോന്നുന്നു, ഫ്രണ്ടിലോട്ട് കുറേ തൊലി തള്ളിയിരിക്കുന്ന പോലെ തോന്നുന്നു. അപ്പോൾ അത്ര ആൾക്കാർ നമ്മുടെ തന്നെ റിക്വസ്റ്റ് ചെയ്യാറുണ്ട് ഒരു കോസ്മെറ്റിക് ഒരു ഇതിന് വേണ്ടിയിട്ട് സർക്കംസിഷൻ വേണമെന്നുള്ളത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ പണ്ട് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പല രീതിയിലുള്ള സർക്കംസിഷൻ അവൈലബിൾ ആണ്. സ്റ്റേപ്ലർ വെച്ചുള്ള സർക്കംസിഷൻസ്, കോസ്മെറ്റിക് ആയിട്ടുള്ള സ്റ്റേപ്ലർ എന്ന് പറയുമ്പോഴേക്കും മെഡിക്കൽ ഗ്രേഡ് സ്റ്റേപ്ലേഴ്സ് ആണ് ഇതെല്ലാം. ഈ സ്റ്റേപ്ലർ എന്ന് പറയുമ്പോൾ നമ്മുടെ സർജറീസിൽ തല മുതൽ കാല് വരെയുള്ള എല്ലാവിധ സർജറീസിനും ഓരോ ടൈപ്പ് സ്റ്റേപ്ലേഴ്സ് ഉണ്ട്. ഈവൻ തൊലി തുന്നാൻ വേണ്ടി തന്നെ സ്റ്റേപ്ലേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സർക്കുലർ സ്റ്റേപ്ലർ വെച്ചിട്ട് നമുക്ക് സർക്കംസിഷൻ ചെയ്യലാക്രമം ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു കോസ്മെറ്റിക് എന്നുള്ള രീതിയിൽ ഓരോരുത്തരും പേഴ്സണൽ ചോയ്സ്. മെഡിക്കലി ഡെഫിനറ്റ്ലി ഇൻഡിക്കേറ്റ്. ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് സർക്കംസിഷൻ വേണോ വേണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ കാര്യങ്ങൾ നോക്കും. ഫൈമോസിസ് ഉണ്ടോ, പാരാഫൈമോസിസ്, അതായത് തൊലി പുറകോട്ട് വന്നിട്ട് ഫ്രണ്ടിലോട്ട് വരാത്തൊരു സാഹചര്യമാണോ, ഇൻഫെക്ഷൻസ് വരുന്നുണ്ടോ, ഷുഗർ ഉള്ള ആളാണോ, ഇതെല്ലാം നോക്കിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യും സർക്കംസിഷൻ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാത്തവർക്ക് അവരവർ സ്വന്തമായിട്ട് എടുക്കേണ്ട ഇൻഫോംഡ് ആയിട്ടുള്ളൊരു ചോയ്സാണ്. ഓക്കെ. അത് ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞതുപോലെ ഈ സർക്കംസിഷൻ ചെയ്യുന്നത് അവരുടെ സെക്ഷൽ ലൈഫിനെ ബാധിക്കുമോ? ഇല്ല, ഒരിക്കലും. ഞാൻ പറഞ്ഞില്ല, പിൽക്കാലത്തുള്ള സ്റ്റഡീസ് ഒന്നും അത് കൺക്ലൂസീവായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല. യാതൊരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പഠനങ്ങൾ വന്നിരിക്കുന്നത്. ഫോർസ്കിൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പറഞ്ഞ പോലെ സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കുന്ന യാതൊരു വലിയൊരു ഫാക്ടർ അല്ല എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്.